ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വീണ്ടും വിചാരത്തിന്റെയും പാതയിലൂടെ ഇന്ന് നാം നോമ്പിന്റെ 45-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണല്ലോ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലേഹ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്കും ക്ലേശകാലത്ത് അവൻ നേരിട്ട ദുരിതങ്ങളിലേക്കും സഹിച്ച പീഡകളിലേക്കും നമുക്കൊന്ന് ശ്രദ്ധയെത്തിക്കാം. ദൈവപുത്രനായിരുന്നിട്ടും തീർത്തും ഒരു മനുഷ്യനായി ദരിദ്രനായി അവിടുന്ന് ഒരു കുഞ്ഞു കാലത്തൊഴുത്തിൽ ജനിച്ചു. നസ്രത്ത് എന്ന ചെറുപട്ടണത്തിൽ തന്റെ ബാല്യവും കൗമാരവും ജീവിച്ചു. സർവ്വ നിയമങ്ങൾക്ക് അധീനനെങ്കിലും അവിടുന്ന് നിയമത്തിന് വിധേയപ്പെട്ടു. കുറ്റമറ്റവനായിരുന്നിട്ടും കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. ഭാരമേറിയ കുരിശ് അവിടുന്ന് സ്വയം വഹിച്ചു. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പീഡകൾ സഹിച്ചു. നഗ്നനാക്കപ്പെട്ട് ഏറ്റവും അപമാനിതനായി അവിടുന്ന് ക്രൂശുമരണം പ്രാപിച്ചു. യേശുനാഥന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു അത്. യേശുക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ നോമ്പിന്റെ അവസരത്തിൽ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കാനാണ് അവിടുന്ന് കാൽവരി ക്രൂശിൽ സ്വയം യാഗമായി തീർന്നതെന്ന് നാം ഓർക്കണം. നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിലും വേദനകളും പ്രയാസങ്ങളും വന്നെന്ന് വരാം. ആർക്കും നമ്മെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും പാത്രമായെന്നും വരാം. എന്നാൽ ആരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും നമ്മെ കണ്ടെത്തി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഉള്ളതുപോലെ നമ്മുടെ ഉള്ളറിയുന്ന ക്രിസ്തുനാഥൻ. ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കാൻ അവനുണ്ട്. ജീവിത ഭാരത്താൽ തളരാതെ അവയെല്ലാം അവന്റെ പീഡകളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. ചുറ്റുമുള്ളവരിലെല്ലാം അവനെ ദർശിച്ചുകൊണ്ട് അവരെ കഴിവുള്ള വിധത്തിലെല്ലാം നമുക്ക് സഹായിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനവും ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമാവരുത്. നമ്മുടെ ചുറ്റിലും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അനേകം ആൾക്കാരുണ്ട്. അവരുടെ നൊമ്പരങ്ങൾ അറിയുവാനും അവരെ അകറ്റുവാനും ഈ നോമ്പിന്റെ കാലത്ത് നമുക്ക് ശ്രമിക്കാം.